ഇന്ന് നമുക്ക് മാഗിയുടെ നൂഡിൽസിലേക്ക് ചേർക്കണ മസാല വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്നതിന് നോക്കാം. സാധാരണ നമ്മൾ മാഗിയുടെ നൂഡിൽസ് ഒക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് ഒരു ചെറിയ പാക്കറ്റിൽ അവരുടെ മസാല ഉണ്ടാവുമല്ലോ. പക്ഷെ ആ മസാലയിൽ അവർ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് MSG ഒക്കെ ചേർത്തിട്ടാണ് ആ മസാല വരുന്നത്. അപ്പൊ അത് സ്ഥിരമായിട്ടാണ് കഴിക്കുന്നത്, നമുക്ക് അത്രയ്ക്ക് നല്ലതല്ലല്ലോ. ഈ MSG എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. MSG എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് പറയുന്ന അജിനോമോട്ടോയാണ് പറയുന്നത് MSG എന്ന്. അപ്പൊ ഇതൊന്നും ചേർക്കാണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ വീട്ടിൽ റെഡി ആക്കിയിട്ട് ഇടുക. പിന്നെ ഈ മസാല നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ കുറെ നാൾ വരെ കേടുവരാണ്ട് ഇരിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം ഇതന്നെ റെഡിയാക്കാൻ. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 14 കൂട്ടം സാധനങ്ങളാണ് ഇതിനകത്ത് വേണ്ടത്. ഈ 14 കൂട്ടം സാധനങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഇപ്പോൾ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ നല്ല ഈസി ആയിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ വേണ്ടത് ഗാർലിക് പൗഡർ വേണം. ഗാർലിക് പൗഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ഉണക്കിയിട്ട് പൊടിച്ചെടുത്തത്. ഇത് ഞാൻ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചത് കേട്ടോ. ഇതേപോലെ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പിന്നെ ഇഞ്ചി ഉണക്കി പൊടിച്ചെടുത്തത്. നമ്മുടെ നാട്ടിലെ ചുക്കുണ്ടല്ലോ, ആ ചുക്ക് പൊടിച്ചെടുത്തത്. ഇതേപോലെ ജിഞ്ചർ പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പിന്നെ ഓണിയൻ പൗഡർ. ഓണിയൻ പൗഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള ഉണക്കിയിട്ട് പൊടിച്ചിട്ടെടുത്തത്. അപ്പോൾ ഈ 3 കൂട്ടം സാധനങ്ങൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇതേപോലെ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ ജിഞ്ചർ പൗഡർ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ചുക്കുണ്ടല്ലോ, ചുക്ക് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. അത് അമ്മിക്കല്ലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മിക്കല്ലും വെച്ചിട്ട് ചതച്ചിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചാൽ മതി. പിന്നെ ഗാർലിക് പൗഡറും ഓണിയൻ പൗഡറും ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ഇത് രണ്ടും നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വെയിലില്ലല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ ഇങ്ങനെ പൊടികളൊക്കെയും സാധാരണ കടകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ തൊണ്ട് കളഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കുക. അപ്പോൾ ഇങ്ങനെ നല്ല തരി പോലെ കിട്ടുമല്ലോ. കൂടുതലിട്ടിട്ട് അരച്ചിട്ട് എടുക്കരുത്, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കുക. അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം നന്നായിട്ട് വെയിൽ കൊണ്ടുണ്ടെങ്കിൽ നല്ല കിളിക്കട്ടം പോലെ ഉണങ്ങി കിട്ടും. അപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ഒണിയനും, അത് സവോള നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അത് ഇതേപോലെ തന്നെ, അത് മിക്സിയിലിട്ടിട്ടൊന്നും അടിക്കണ്ട. അത് നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഈ 3 കൂട്ടം പൊടികൾ ഇനിയും ഉണ്ടിട്ട പൊടികൾ. അപ്പോൾ ഇതാണ് നമുക്ക് സാധാരണ നമ്മുടെ വീടുകളിലൊന്നും മിക്കപ്പോഴും ഇല്ലാത്ത 3 പൊടികളാണിത്. പിന്നെ വേറെ ഒരു പൊടിയും കൂടി ഉണ്ട്. ഇതാണത്. ഇതിന് ആംചൂർ പൗഡർ എന്ന് പറയും. ഇത് നോർത്ത് ഇന്ത്യക്കാരൊക്കെയും അവരുടെ ചില കറികളിലൊക്കെ ചേർക്കും. വെണ്ടയ്ക്ക മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ ഈ ആംചൂർ പൗഡർ ചേർക്കും. ആംചൂർ പൗഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ ഉണക്കിയിട്ട് എടുക്കില്ലേ, ഞങ്ങളുടെ നാട്ടിലേക്ക് മാങ്ങത്തൊലി എന്ന് പറയും. ഇതേപോലെ ഇത് ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അത് മാങ്ങ ഉണക്കിയെടുത്തതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ മാങ്ങത്തൊലി എന്നാണ് പറയുന്നത്. ഇത് സാധാരണ ഞങ്ങൾ മീനൊക്കെ കറി വയ്ക്കുമ്പോൾ പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാങ്ങത്തൊലി ഇട്ടിട്ടാണ് കറി വയ്ക്കുക. ഇത് മാങ്ങയുടെ തൊണ്ട് കളഞ്ഞു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പ് തിരുമിയിട്ട് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയിട്ടെടുക്കും. എന്നിട്ട് ഈ ഉണക്കിയെടുത്തേക്കണ ഈ മാങ്ങ നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആംചൂർ പൗഡർ കിട്ടും. അപ്പോൾ ഈ ആംചൂർ പൗഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മാങ്ങ ഉണക്കിയിട്ട് പൊടിച്ചെടുത്തേക്കണ പൊടിയണത്. അപ്പോൾ നിങ്ങൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ഈ പൊടി ഈ ഉണങ്ങിയേക്കണ മാങ്ങ വെച്ചിട്ട് പൊടിച്ചെടുത്തതാണ്. അത് കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. കടയിൽ നിന്ന് വാങ്ങണേന് അത്രയ്ക്ക് അങ്ങോട്ട് പുളിയൊന്നും ഉണ്ടാവില്ല, അതിന് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ വീട്ടിലെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് അങ്ങോട്ട് പൊടിയുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത പോലെ എടുത്തു. അത് കഴിഞ്ഞിട്ട് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ടെടുത്തു. അപ്പോൾ ഈ ആംചൂർ പൗഡർ, ഇപ്പോൾ ഈ ആംചൂർ പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. നാട്ടിൽ എനിക്ക് തോന്നുന്നു സാധാരണ ലോക്കൽ കടകളിലൊന്നും കിട്ടില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ മാങ്ങ ഉണക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി.
ഈ ബാക്കിയുള്ള പൊടികളെല്ലാം നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, ഗരം മസാല വേണം. സാധാരണ ഇറച്ചിയിലേക്ക് ചേർക്കണ ഗരം മസാല ഉണ്ടല്ലോ, ആ ഗരം മസാല വേണം, കുരുമുളക് പൊടിച്ചത് വേണം, ചെറിയ ജീരകം പൊടിച്ചത്, ഉലുവ പൊടിച്ചത്, മല്ലിപ്പൊടി, അത് ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. പിന്നെ പഞ്ചസാര, ഉപ്പ്, പിന്നെ ഒരു സാധനം കൂടി വേണം, കോൺഫ്ലവർ വേണം. അത് നമുക്ക് കോൺഫ്ലവർ നമുക്ക് കടയിൽ നിന്ന് ഇതേപോലെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ, അതും വേണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ എല്ലാം കൂട്ടിയിട്ട് 14 കൂട്ടം സാധനങ്ങളുണ്ട്. അപ്പം ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് ഇതിനൊരളവുണ്ട്. ആ അളവിൽ എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. ഇതെല്ലാം കൂട്ടിയിട്ടാണ്ട് മിക്സായി കിട്ടുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ പൊടികളായിട്ട് ചേർക്കാം. ഫസ്റ്റ് ജിഞ്ചർ പൗഡർ ചേർക്കുക. ഇത് ഞാനിവിടെ മെഷറിംഗ് സ്പൂണിലാണ് എടുക്കുന്നത്. ജിഞ്ചർ പൗഡർ ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ടേബിൾ സ്പൂണിലല്ല ചേർക്കുന്നത്, ടീസ്പൂണിലാണ് ചേർക്കുന്നത്. ഇനി ഗാർലിക് പൗഡർ ചേർക്കുക. ഇത് ഞാനിവിടെ ടേബിൾ സ്പൂണിലാണ് ചേർക്കുന്നത്. ഗാർലിക് പൗഡർ 1.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഓണിയൻ പൗഡർ ചേർക്കുക. ഓണിയൻ പൗഡറും ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഈ 2 പൊടികളും നല്ല ടേസ്റ്റ് കൊടുക്കും. 1 ടേബിൾ സ്പൂൺ ചേർത്തു. 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം. ഇനി മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടിയും ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഉലുവ പൊടിച്ചത് ചേർക്കുക. ഉലുവ പൊടിച്ചത് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഉലുവ പൊടിച്ചത് ഞാനിതിലേക്ക് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇത് കൂടുതൽ ചേർക്കരുത് കേട്ടോ, കയ്പരസം വരും. ഈ ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കുക. അത് ഞാനിവിടെ വറക്കാണ്ട് ജസ്റ്റ് ഫ്രഷ് തന്നെയാണ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുത്തത്. ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചാലും നല്ലതായിരിക്കും. അത് ഞാനിവിടെ ടീസ്പൂണിലാണ് ചേർക്കുന്നത്. ചെറിയ ജീരകം ഞാനിതിലേക്ക് 1.5 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂണിലാണ് ചേർത്തേക്കുന്നത്. ഇനി ചില്ലി പൗഡർ ചേർക്കുക. മുളക് പൊടി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. കാരണം ഇപ്പോൾ നിങ്ങൾ എടുക്കണ മുളക് പൊടിക്ക് നല്ല എരിവൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി ആംചൂർ പൗഡർ ചേർക്കുക. നമ്മൾ ഉണക്കമാങ്ങ പൊടിച്ചെടുത്തേക്കുന്നത്. അത് ഞാനിതിലേക്ക് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ടീസ്പൂണിൽ ചേർക്കുന്നത് ടേബിൾ സ്പൂണിൽ ചേർക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഗരം മസാല ചേർക്കുക. ഗരം മസാല ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി കുരുമുളക് പൊടി ചേർക്കുക. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുക. ടേബിൾ സ്പൂണിലല്ല ചേർക്കുന്നത്, ടീസ്പൂണിലാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കുക. ഉപ്പ് ഞാനിതിലേക്ക് 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. അത് ഞാനിവിടെ മെഷറിംഗ് സ്പൂണിലാണ് ചേർത്തേക്കുന്നത്. കൂടുതൽ ചേർക്കണ്ട, 1.5 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ഞാനിതിലേക്ക് 1.25 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് ടേബിൾ സ്പൂണിലാണ് ചേർക്കുന്നത്, 1.25 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കണം. കോൺഫ്ലവർ ചേർക്കുക. കോൺഫ്ലവർ ഞാനിതിലേക്ക് 1.25 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ചേർക്കരുത് കേട്ടോ, 1.25 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി.
ഇതിനെ എടുക്കുമ്പോൾ എല്ലാവരും ഇതേപോലെ മെഷീൻ സ്പൂണിൽ എടുക്കണം. മറ്റേ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടേബിൾ സ്പൂണിൽ ചിലപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് അത്രയ്ക്കാണ്ട് കറക്റ്റ് അളവായിട്ട് വരില്ല കേട്ടോ. ഇപ്പോൾ എല്ലാ മസാലപ്പൊടികളും നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആവുമല്ലോ, ഇതൊന്ന് കറക്കിയെടുക്കുക. ഇതെല്ലാം കൂട്ടിയിട്ട് മിക്സിയിലിട്ടിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ആ ചേർക്കുന്ന മസാലകൾ ഒക്കെ നമ്മുടെ വീട്ടിൽ പൊടിച്ചിട്ട് എടുക്കുന്നതൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ചിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് വേറൊരു പാത്രത്തിലേക്ക് പകർത്ത്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ മസാല ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ നൂഡിൽസിൻ്റെ ഈ മസാല ഇട്ടിട്ട് ഒരു റെസിപ്പിയും കൂടിയിട്ട് ഇപ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ മാഗിയുടെ നൂഡിൽസ് ഇല്ല, എൻ്റെ അടുത്ത് പ്ലെയിൻ ആയിട്ടുള്ള നൂഡിൽസാണ് ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ പൊടിയും കൂടിയും ചേർത്തിട്ട് ഈ മസാലയും കൂടിയും ചേർത്തിട്ട് നൂഡിൽസ് ഉണ്ടാക്കാം. ഇനി നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ പ്ലെയിൻ ആയിട്ടുള്ള നൂഡിൽസാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് മാഗിയുടെ നൂഡിൽസിൻ്റെ ഒരു റെസിപ്പി ഒരു 2 ആഴ്ച മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഞാൻ നൂഡിൽസ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് മാഗിയുടെ നൂഡിൽസാണ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് മസാലയിൽ ഇട്ടിട്ട് വേവിച്ചാലും മതി. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് പ്ലെയിൻ ആയിട്ടുള്ള നൂഡിൽസാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സ്റ്റാർച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ച് വെള്ളം കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പാനിലേക്ക് വെള്ളം ചേർക്കാം. ഇത് മൂടി വയ്ക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നൂഡിൽസ് ചേർക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കുക, ആയിട്ടുള്ള നൂഡിൽസ് ചേർക്കുക. ഞാനിവിടെ ഇത്രയ്ക്ക് നൂഡിൽസായിട്ട് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഉണ്ടാവും, കുറച്ചുള്ളൂ, അധികമില്ല. ഇനി ഇത് മൂടി വയ്ക്കുക. തിളച്ച് പോകാണ്ട് നോക്കണം കേട്ടോ. ചില നൂഡിൽസുകൾ ഇങ്ങനെ തിളച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പെട്ടെന്ന് തിളച്ച് പോകും. ഇപ്പോൾ നൂഡിൽസ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ ഇതിൽ നിന്ന് വെള്ളം മാറ്റി കളയാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ നൂഡിൽസിൽ നിന്ന് വെള്ളമൊക്കെ മാറ്റി കളഞ്ഞിട്ട് ഇവിടെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ സെയിം പാൻ തന്നെയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർക്കുക. ഇനി ചൂടായ ഓയിലിലേക്ക് ഞാനിവിടെ കുറച്ച് സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർക്കുക. അതിലേക്ക് കുറച്ച് ചില്ലി സോസും ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഏകദേശം അളവിൽ അതിൻ്റെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പിന്നെ നൂഡിൽസ് വളരെ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. ഇനി ഞാനിതിലേക്ക് ഒരു മുട്ടയും കൂടിയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കണ മസാല ചേർക്കാം. ഫസ്റ്റൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാം, കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് നൂഡിൽസ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. ഞാനിവിടെ നൂഡിൽസിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് വരും. ഈ നൂഡിൽസിൽ നമുക്ക് കുറച്ച് വെള്ളമൊന്ന് തെളിച്ച് കൊടുക്കാം. കാരണം ആ പൊടിയിൽ നമ്മൾ കോൺഫ്ലവറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് വെള്ളമൊന്ന് തെളിച്ച് കൊടുക്കുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയ പോലെ ഇങ്ങനെ വരും. ഇതിലേക്ക് കുറച്ച് സോയാ സോസും ചേർക്കുക. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മാഗിയുടെ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ സോയാ സോസ് ആണ് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു നൂഡിൽസാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ സാധാരണ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ നല്ല ഈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ഉണ്ടാക്കിക്കോ. കാരണം അല്ലെങ്കിൽ നൂഡിൽസിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം, പിന്നെന്താ ഫ്രോസൺ പീസ്, കോണ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള നൂഡിൽസും റെഡി ആയിട്ടുണ്ട്.